Dear students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആർക്ക് ആംഗിൾ കോഡ് എന്നതിനെ കുറിച്ചാണ്. ഈ സർക്കിളിൽ രണ്ട് പോയിന്റ് മാർക്ക് ചെയ്തു എ ബി. അപ്പോൾ ഈ എ ബിയുടെ ഇടയിലുള്ള ഭാഗം ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ആർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആർക്ക് ഉണ്ടാകുമ്പോൾ അതിന്റെ ബാക്കി സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഇത്രയും ഭാഗം വരുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഭാഗത്തിന് എന്താ പറയുക, ആൾട്ടർനേറ്റ് ആർക്ക് വരും. അപ്പോൾ ഈ രണ്ട് പോയിന്റ് മാർക്ക് ചെയ്താൽ നമുക്ക് എന്തൊക്കെയാണ്, ഒരു സർക്കിൾ രണ്ട് ആർക്കുകളായി മാറും. അതിൽ ആ പോയിന്റിനിടയിലുള്ള ഭാഗത്ത് സ്മോൾ പാർട്സിനെ എന്താ പറയും, ആർക്ക് അറിയും. ബാക്കിയുള്ള ലാർജ് പാർട്സിനെ ആൾട്ടർനേറ്റ് ആർക്ക്. അപ്പോൾ ആർക്ക് കഴിച്ച് ബാക്കിയുള്ള സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട പാർട്സിനെയാണ് എന്താ പറയുക, ആൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഈ ആർക്കിന്റെ എൻഡ് പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ജോയിൻ ചെയ്താൽ കിട്ടുന്ന ആംഗിളിന്, സെന്ററിലേക്ക് ജോയിൻ ചെയ്താൽ കിട്ടുന്ന ആംഗിളിന് സെന്റർ ആംഗിൾ എന്ന് പറയും. എന്താ പറയുക, സെന്റർ ആംഗിൾ. ഇതെന്താണ്, സെന്റർ ആംഗിളാണ്. അപ്പോൾ സെന്റർ ആംഗിൾ ഉണ്ടാകുമ്പോൾ ബാക്കി സർക്കിളിന്റെ കംപ്ലീറ്റ് ആകുന്ന സെന്റർ ആംഗിൾ ഉണ്ടാവും. റിമൈൻ പാർട്സ് സെന്റർ ആംഗിളിന്റെ ബാക്കിയുള്ള ഭാഗം ആൾട്ടർനേറ്റ് സെന്റർ ആംഗിൾ എന്ന് പറയും. ആൾട്ടർനേറ്റ് സെന്റർ ആംഗിൾ. ആൾട്ടർനേറ്റ് സെന്റർ ആംഗിൾ. ഓക്കെ. അപ്പോൾ ഈ ഒരു സർക്കിളിൽ എനി 2 പോയിന്റ് മാർക്ക് ചെയ്താൽ അതെന്താണ്, ആർക്ക്. ആ ആർക്ക് കഴിച്ച് ബാക്കി സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട പാർട്സിനെ ആൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറയും. ഈ ആർക്കിന്റെ എൻഡ് പോയിന്റിൽ നിന്ന് സെന്ററിലേക്ക് ജോയിൻ ചെയ്താൽ സെന്റർ ആംഗിൾ. റിമൈൻ പാർട്സ് വരുന്ന ബാക്കി വരുന്ന സെന്റർ ആംഗിളിനെ ആൾട്ടർനേറ്റ് സെന്റർ ആംഗിൾ. ഒരു പോയിന്റിന് എറൗണ്ട് എ പോയിന്റ് 360 ആണെന്ന് അറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ സി ആണെങ്കിൽ ഈ സെന്റർ ആംഗിൾ നമ്മൾ സി കൊടുത്തു കഴിഞ്ഞാൽ ആൾട്ടർനേറ്റ് സെന്റർ ആംഗിൾ എന്താണ്, 360 മൈനസ് സി. ഇനി ആർക്കിലെ പോയിന്റിൽ നിന്നും ആൾട്ടർനേറ്റ് ആർക്കിലെ ഇനി പോയിന്റിലേക്ക് ജോയിൻ ചെയ്താൽ ഡീന്ന് കൊടുത്തു. ജോയിൻ ചെയ്താൽ കിട്ടുന്ന ആർക്കിനെ ആംഗിളിനെ ആൾട്ടർനേറ്റ് ആംഗിൾ എന്ന് പറയും. ആൾട്ടർനേറ്റ് ആംഗിൾ, കാരണം ഇതിന്റെ വെർട്ടെക്സ് ഇവിടെ സെൻട്രലായപ്പോൾ സെന്റർ ആംഗിൾ ആയിരുന്നു, ആൾട്ടർനേറ്റ് ആർക്കിലായപ്പോൾ ആൾട്ടർനേറ്റ് ആംഗിൾ എന്ന്. അപ്പോൾ അതുപോലെ ഇതെന്താണ് പറഞ്ഞാൽ, ആൾട്ടർനേറ്റ് ആംഗിൾ. ആർക്ക് അതിന്റെ ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ആൾട്ടർനേറ്റ് ആംഗിളിന്റെ പ്രത്യേകത, അതിന്റെ ആർക്കിന്റെ എൻഡ് പോയിന്റിൽ നിന്നും ആൾട്ടർനേറ്റ് ആംഗിൾ വെർട്ടെക്സ് വരുന്ന ആംഗിളാണ് ആൾട്ടർനേറ്റ് ആംഗിൾ. അപ്പൊ ഇങ്ങനെ എത്ര ആംഗിൾ വരച്ചാലും അതൊക്കെ എന്തായിരിക്കും, ആൾട്ടർനേറ്റ് ആംഗിൾ ആയിരിക്കും. അതായത് ഈ എ ബിന്റെ ഔട്ട്സൈഡ് പോയിന്റിന് എന്നും ബിന്നും ആയിട്ട് എന്റെ ഔട്ട്സൈഡ് പോയിന്റിലേക്ക് വെർട്ടെക്സ് വരുന്ന വിധത്തിൽ എങ്ങനെ ആംഗിൾ വരച്ചാലും എന്തായിരിക്കും, അത് ആൾട്ടർനേറ്റ് ആംഗിൾ ആയിരിക്കും. അപ്പോൾ അതുപോലെ ഇത് ആർക്കിന്റെ ഇൻസൈഡിലേക്ക് വരക്കുകയാണെങ്കിൽ അതൊക്കെ എന്തായിരിക്കും, ആർക്ക് ആംഗിൾ. ഈ ആർക്കിന്റെ ഇൻസൈഡിൽ വെർട്ടെക്സ് വരുന്ന വിധത്തിൽ വരക്കുന്ന ആംഗിളൊക്കെ എന്താ പറയുക, ആർക്ക് ആംഗിൾ എന്ന് പറയും. ആൾട്ടർനേറ്റ് ആംഗിൾ വെർട്ടെക്സ് വരക്കുന്ന എല്ലാ ആംഗിളും എന്ത് പറയും, ആൾട്ടർനേറ്റ് ആംഗിൾ. ഓക്കെ. ഇനി ഇത് തമ്മിലുള്ള റിലേഷൻ, നേരത്തെ സെന്റർ ആംഗിളും ഇതും തമ്മിലുള്ള റിലേഷൻ വരും. നമ്മൾ സി എടുത്തിരുന്നു. ഇവിടെ ഈ രണ്ട് ആംഗിൾ, ഈ സെന്റർ ആംഗിളും ആൾട്ടർനേറ്റ് ആംഗിളും ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാകും. ഇതിന് എക്സും ഇവിടെ വൈയും കൊടുത്തു. ഇത് നമ്മൾ ഇവിടെ ഒ ബി ജോയിൻ ചെയ്തു. സോ ഒ ബിയും ഒയും റേഡിയസ് ആയതുകൊണ്ട് ഇത് ഐസോസ്കെൽ ട്രയാംഗിൾ ആയിരിക്കും. സോ ഇത് എക്സ് ആണ്, ഇവിടെ എന്തായിരിക്കും, എക്സ്. അപ്പൊ ഇവിടെ അതുപോലെ തന്നെ ഒ ബിയും ഒ സിയും ജോയിൻ ചെയ്ത് ഇത് രണ്ട് റേഡിയസ് ആയതുകൊണ്ട് ട്രയാംഗിൾ ഒ ബി സിയും ഐസോസ്കെൽ ട്രയാംഗിൾ ആയി.
ഇവിടെ y ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും y. അപ്പൊ എക്സ്, അപ്പൊ ആംഗിൾ ബി എന്താണ് എക്സ് പ്ലസ് വൈ. ആൾട്ടർനേറ്റ് ആംഗിൾ ആയ ആംഗിൾ ബി എക്സ് പ്ലസ് വൈ ആയി. അതായത് ഈ രണ്ട് ആംഗിളിന്റെ സമ്മാണ് എന്ത്, ഈ സെന്റർ ആംഗിളും ആൾട്ടർനേറ്റ് ആംഗിളും ജോയിൻ ചെയ്ത് അവിടെ ഉണ്ടാവുന്ന ഈ ബിറ്റ്വീൻ ഇവിടെ ഗ്യാപ്പിൽ ഉണ്ടാവുന്ന ഈ ആംഗിളിന്റെ സമ്മിന് ഈക്വൽ ആണ് ഇത് ആൾട്ടർനേറ്റ് ആംഗിൾ. ആംഗിൾ ഒ എ ബി ഒ സി ബി ഇവിടെ സമ്മിന് ഈക്വൽ ആണ് ഇത് ആൾട്ടർ ആംഗിൾ ആയ ബി. ഓക്കെ, ഇവിടെ സി കൊടുത്തിട്ടുണ്ട്. ഇത് എത്ര എക്സ്, ഇത് എക്സ്, എക്സ് എക്സും 2x. സോ ഇവിടുത്തെ സെന്റർ ആംഗിൾ എന്താ 180 മൈനസ് 2x. ഇവിടെ വൈയും 2y. അപ്പൊ ഇവിടുത്തെ സെന്റർ ആംഗിൾ 180 മൈനസ് 2y. അപ്പോ ഇവിടെ സി യു ആണ്. അപ്പോൾ ഒരു പോയിന്റിന് അറൌണ്ട് ചെയ്യ പോയിന്റ് ആംഗിളിന്റെ സം എത്ര 360 ആണ്. സോ ഇവിടെ ഇപ്പൊ നമ്മുടെ ആംഗിൾസുകൾ 180 മൈനസ് 2x പ്ലസ് 180 മൈനസ് 2y, പിന്നെ ഏതാ സെന്റർ ആംഗിൾ സി, പ്ലസ് സി ഇസ് ഇക്വൽ ടു 360. ഓക്കെ, ഈ ഒ എന്ന സെന്ററിന് ചുറ്റുമുള്ള സെന്റർ ആംഗിൾസ് 180 മൈനസ് 2x, 180 മൈനസ് 2y പ്ലസ് സി ഇസ് ഇക്വൽ ടു 360. സോ 180 360 മൈനസ് 2x മൈനസ് 2y പ്ലസ് സി ഇസ് ഇക്വൽ ടു 360. സോ മൈനസ് 2x മൈനസ് 2y പ്ലസ് സി ഇസ് ഇക്വൽ ടു 360 മൈനസ് 360. ഈ 360 കൊണ്ടുവന്നു. അപ്പോൾ 360 മൈനസ് 360, അപ്പോൾ ഇവിടെ എന്തായി 0 ആയി. സോ സി ഇസ് ഇക്വൽ ടു ഈ മൈനസ് 2x-നെയും മൈനസ് 2y അതർ സൈഡ് വരുമ്പോൾ പ്ലസ് 2x, മൈനസ് വരുമ്പോൾ പ്ലസ് ആവും, പ്ലസ് 2y. സോ സി ഇസ് ഇക്വൽ ടു കോമൺ ആയിട്ട് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ. സോ എക്സ് പ്ലസ് വൈ ഇസ് ഇക്വൽ ടു ഇൻറ്റു 2 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും ബൈ 2. സോ എക്സ് പ്ലസ് വൈ ഇസ് ഇക്വൽ ടു സി ബൈ 2. അപ്പോ എക്സ് പ്ലസ് വൈ എന്നത് എന്താണ് സി ബൈ 2 ആണ്. സി ഏതാ സെന്റർ ആംഗിൾ, എക്സ് പ്ലസ് വൈയോ ആൾട്ടർനേറ്റ് ആംഗിൾ. അപ്പോ സി ബൈ 2 ഇസ് ഇക്വൽ ടു എക്സ് പ്ലസ് വൈ. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി, സെന്റർ ആംഗിളിന്റെ ഹാഫ് ആണ്, സെന്റർ ആംഗിൾ ആയ സിന്റെ ഹാഫ് ആണ് ആര് എക്സ് പ്ലസ് വൈ ആയ ആൾട്ടർനേറ്റ് ആംഗിൾ. അപ്പൊ ആൾട്ടർനേറ്റ് ആംഗിൾ ഓൾവേസ് എന്തായിരിക്കും സെന്റർ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും, സെന്റർ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും. ദാറ്റ് മീൻ ഇവിടെ എക്സ് ആണെങ്കിൽ ആംഗിൾ ബി ഫുൾ ആയിട്ട് എന്തായിരിക്കും എക്സ് പ്ലസ് വൈ ആണ്. ഇപ്പൊ 4x/2 ആയി. ഇത് എക്സ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും x/2. ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ എന്താവും 50, ഇവിടെ 80 ആണെങ്കിൽ ഇവിടെ എന്താവും 40. അപ്പോൾ സെന്റർ ആംഗിളിന്റെ ഹാഫ് ആണ് ആൾട്ടർനേറ്റ് ആംഗിൾ എന്നിവിടെ നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ ഇതേപോലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ആൾട്ടർനേറ്റ് സെന്റർ ആംഗിളിന്റെ ഹാഫ് ആണ് എന്ത് ആർക്ക് ആംഗിൾ. ഈ ആൾട്ടർനേറ്റ് ആംഗിളിന്റെ ഹാഫ് ആണ് എന്ത് ആർക്ക് ആംഗിൾ. അപ്പൊ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത ഒരു കാര്യം എന്താണ്, ആൾട്ടർനേറ്റ് ആംഗിൾ ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് സെന്റർ ആംഗിൾ, ഹാഫ് ഓഫ് സെന്റർ ആംഗിൾ. പിന്നെ ആർക്ക് ആംഗിൾ, ഈ ആംഗിൾ ആർക്കിൽ വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് എന്താണ് ആൾട്ടർനേറ്റ് സെന്റർ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും, ആൾട്ടർനേറ്റ് സെന്റർ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും. പിന്നെ ഇവിടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഇത് സി ആണ്. അപ്പൊ ഈ രണ്ടും ഇതെന്താണ് സെന്റർ ആംഗിൾ, ഇതോ ആൾട്ടർനേറ്റ് സെന്റർ, ഇത് രണ്ടും കൂടി എന്താണ് 360 അല്ലേ. അപ്പോ സെന്റർ ആംഗിൾ ഹാഫ് ആണ് ആര്
അൾട്ടർനേറ്റ് ആംഗിൾ. അൾട്ടർനേറ്റ് സെന്റർ ആംഗിൾ ഹാഫ് ആണ് ആർക്ക് ആംഗിൾ. അപ്പൊ രണ്ടും കൂടിന്റെയും സം എന്ന് പറഞ്ഞാൽ 360 ഹാഫ് അല്ലേ. അപ്പോൾ ആർക്ക് ആംഗിളിന്റെയും അൾട്ടർനേറ്റ് ആംഗിളിന്റെയും സം എന്തായിരിക്കും? 180 ആയിരിക്കും.